ഞാൻ ഈ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ താഴെ ഒരു വ്യക്തി വന്ന് കമൻ്റ് ഇടുകയുണ്ടായി, കുട്ടികളില്ലാത്തവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു കമൻറ്റ് ആത്മാർത്ഥതയോട് കൂടിയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങളില്ലാത്തത് പല കാരണങ്ങൾ കൊണ്ട് വരും. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മഹത്യാഭാവം, അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപം. അതായത് കുഞ്ഞുങ്ങളുണ്ടായിട്ടും ഈശ്വരൻ കൊടുത്ത ചൈതന്യത്തെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലായ്മ ചെയ്യും. ചില പണമില്ല അല്ലെങ്കിൽ സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞു. ഈശ്വരന് അതൊന്നും അറിയേണ്ട കാര്യമില്ല, ആ ഒരു ചൈതന്യത്തിന് അതൊന്നും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഇല്ലായ്മ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പം പിന്നെ അവർക്ക് ആ ഒരു ഭാഗ്യം ഇല്ലാണ്ടാവുകയാണ് ചെയ്യണം, പിന്നെ ഉണ്ടാകത്തില്ല. പിന്നെ ചില ആൾക്കാർക്ക് ഉണ്ടായ ചരിത്രമുണ്ട്, വൈദ്യസഹായമൊക്കെ തേടി, പക്ഷെ അത് മുഖിയാകത്തില്ല. ഒരു പൂർണ്ണമായും പുത്രയോഗം എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അതിന് പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്തവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ചില ആൾക്കാർ പഠിച്ച പാഠപുസ്തകത്തിൽ ഉണ്ടാകത്തില്ല. ഇതൊരു ആഭിചാര തന്ത്രകർമ്മമാണ്. ഇതിനകത്ത് നിങ്ങൾ മന്ത്രങ്ങളൊന്നും ഉരുവിടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ശുദ്ധിയാകേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി, ഇത് ഞാൻ എടുത്തു പറയുന്നത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ കമൻ്റ് ഇടും ഈ കാര്യം ചെയ്താൽ കൊണ്ട് എങ്ങനെ ആകും. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ചെയ്യുക, ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ദിവസം ഈ 91 ദിവസം ഇത് നിർത്താതെ ചെയ്യണം. നിങ്ങൾ ആഹാരം കഴിക്കും, ഉച്ചക്ക് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒരു 3 നുള്ളി ചോറ്, 3-4 എടുക്കുക, ഒരു വാഴയിലയിൽ പുറത്ത് കൊണ്ടുപോയി ചെയ്തോ, അല്ലെങ്കിൽ ആ മനസ്സറിഞ്ഞ് ചെയ്തതാണോ അല്ലെങ്കിൽ അറിയാതെ ചെയ്ത പാപങ്ങൾ പൊറുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, ഉറുമ്പ് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് തന്നെ ആ ഒരു ചിന്ത വെച്ചുകൊണ്ട് സമർപ്പിക്കുക. ഉറുമ്പിന് 91 ദിവസം നിങ്ങൾ ദിവസവും ഉച്ചയ്ക്ക് നിങ്ങൾ സമർപ്പിച്ച് നോക്കിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും 92ാമത്തെ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും. ഇത് ഉറപ്പുള്ള കാര്യമാണ്. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ചെയ്തിട്ട് നിങ്ങൾ എന്നെ അറിയിക്കാൻ വേണം കമൻറ്റിലൂടെ. പിന്നെ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ആ ഒരു എണ്ണം കൂടുന്നതിനനുസരിച്ചാണ് നമുക്കൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്യുക ഗൈസ്. അപ്പം ബൈ.